إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽപ്പെട്ടതായിരുന്നു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖിയാന ഫഇന്നഹാ ബിഇസത്തിൽ ബിതാന. അല്ലാഹുവേ, വഞ്ചന നടത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അതെത്ര മോശമായ സ്വഭാവമാണ്, അതെത്ര മോശമായ കൂട്ടുകാരനാണ്. അപ്പോൾ വഞ്ചിക്കുക എന്നുള്ളത് ഗുരുതരമായ, ഗൗരവമേറിയ, രക്ഷ തേടേണ്ടുന്ന വിഷയമാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദുആ ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്തതും ഏറെ വെറുപ്പുള്ളതുമാണ് വഞ്ചിക്കുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ കാണാം, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഞ്ചിക്കുന്നവരെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അഥവാ അവർ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ഇഷ്ടത്തിൽ നിന്നും വിദൂരമായിരിക്കും. അതുകൊണ്ട് വിശ്വാസികൾ അവരുടെ ഈമാനിൻ്റെ പ്രധാനപ്പെട്ട അടയാളമായി കാത്തു സൂക്ഷിക്കേണ്ടത് അമാനത്താണ്. അതിൽ വഞ്ചന നടത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്ത് ഇല്ലാത്തവന് ഈമാനില്ല, അഥവാ വഞ്ചന നടത്തുന്നവന് ഈമാനില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അത് മുനാഫിഖുകളുടെ സ്വഭാവമാണ്, കപടവിശ്വാസികളുടെ സ്വഭാവമാണ് വഞ്ചിക്കുക എന്നുള്ളത്. കപടവിശ്വാസികളുടെ സ്വഭാവം എണ്ണി പറയുന്നിടത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദ തുമിന ഖാന വ ഇദ ആഹദ ഗദറ. അമാനത്തുകളിൽ അയാൾ വഞ്ചന നടത്തും, വിശ്വസിച്ചേൽപ്പിച്ച കാര്യത്തിൽ വഞ്ചന കാണിക്കും. ഒരു കരാറ് നടത്തിയാൽ ചതിക്കുകയും വാക്ക് തെറ്റിക്കുകയും ചെയ്യും. അപ്പോൾ വഞ്ചിക്കുക എന്നുള്ളത്, അമാനത്തുകൾ പൂർത്തീകരിക്കാതിരിക്കുക എന്നുള്ളത് ഗുരുതരമായ കാര്യമാണ്, തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലേറ്റവും ഗൗരവമേറിയതാണ് രാഷ്ട്രത്തെ വഞ്ചിക്കുക, രാജ്യത്തെ വഞ്ചിക്കുക എന്നുള്ളത്. ഒരു വ്യക്തിയെ നാം വഞ്ചിക്കുമ്പോൾ അതിൻ്റെ ദുരന്തം, അതിൻ്റെ പ്രയാസം ആ വ്യക്തി മാത്രമാണ് അനുഭവിക്കുന്നതെങ്കിൽ, ഒരു രാഷ്ട്രത്തോട് വഞ്ചന കാണിക്കുമ്പോൾ ആ രാജ്യത്തിലുള്ള മുഴുവൻ ജനങ്ങളുമാണ് വഞ്ചിക്കപ്പെടുന്നത്. അതിൻ്റെ പ്രത്യാഘാതം, അതിൻ്റെ അപകടം, അതിൻ്റെ വേദനകൾ, അതിൻ്റെ പ്രയാസങ്ങൾ, അതിൻ്റെ ഫസാദുകൾ, അതിൻ്റെ ഫിത്നകൾ രാഷ്ട്രം മുഴുവൻ അനുഭവിക്കണം, ജനങ്ങൾ മുഴുവൻ അനുഭവിക്കണം. ഒരു വ്യക്തി ഒറ്റുകാരനായാൽ മതി ഒരു രാജ്യം തന്നെ നശിച്ചു പോകാൻ. ഒരു വ്യക്തി വഞ്ചകനായാൽ, ഒറ്റുകാരനായാൽ, ശത്രുക്കൾക്ക് രാജ്യത്തെ വഞ്ചിച്ചു കൊടുക്കുന്ന, ഒറ്റിക്കൊടുക്കുന്നവനായാൽ ആ രാഷ്ട്രം തന്നെ തകരാറിലായി പോകും. അതുകൊണ്ടാണ് വഞ്ചനയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ പരിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ ഹദീസുകളിലും അത് മുനാഫിക്കുകളിലേക്ക് ചേർത്ത് പറഞ്ഞതായി കാണാം. അതിൻ്റെ അർത്ഥം ബഹുദൈവാരാധകർ വഞ്ചിക്കുകയില്ല എന്നാണോ? അല്ല. കുഫാറുകൾ വഞ്ചന നടത്തുകയില്ല എന്നാണോ? അല്ല. നിരീശ്വരവാദികളും നിർമ്മതവാദികളും വഞ്ചിക്കുകയില്ല, ഇത് മുനാഫിക്കിന് മാത്രമുള്ളതാണ് എന്നാണോ? അല്ല. മറിച്ച് മുനാഫിക്കിൻ്റെ വഞ്ചന അപകടകരമാണ്. കാരണം മുനാഫിക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ആളായി നിൽക്കും, എന്നിട്ടാണ് വഞ്ചിക്കുക.
അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ശ്രദ്ധിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കാതെ പോകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറഞ്ഞത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും വലിയ ഭീഷണി മക്കയിലെ മുശ്രിക്കുകളെക്കാൾ മദീനയിലെ മുനാഫിക്കുകളായിരുന്നു. എന്തുകൊണ്ടാണത്? കൂടെ നിൽക്കുന്നു എന്ന് പറയും, ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയും, നിങ്ങളുടെ കൂടെയാണെന്ന് പറയും. എന്നാൽ അവസരം കിട്ടുമ്പോഴൊക്കെ നബിയെ വഞ്ചിച്ചു, മദീനയെ അപകടപ്പെടുത്തി, മദീനയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾക്ക് എല്ലാ നിലക്കുള്ള സഹായങ്ങളും രഹസ്യമായി അവർ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയഹ്ലിഫൂന ബില്ലാഹ് ഇന്നഹും ലമിൻകും. അവർ അള്ളാഹുവിൻ്റെ പേരിൽ ആണയിട്ട് പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന്. അള്ളാഹു പറയുകയാണ്, വമാഹും മിൻകും, അവർ നിങ്ങളുടെ കൂടെയല്ല, വലാകിന്നഹും ഖൗമുൻ യഫറഖൂൻ, ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കപടന്മാരായ ആളുകളാണവർ. ലൗ യജിദൂന മൽജഅൻ ഔ മഗാറാത്തിൻ ഔ മുദ്ദഖലൻ ലവല്ലൗ ഇലൈഹി വഹും യജ്മഹൂൻ. അവർ രാഷ്ട്രത്തിൽ നിന്നും അതേപോലെയുള്ള ആളുകളിൽ നിന്നും അവർ എപ്പോഴും ഒളിഞ്ഞു നിൽക്കുന്നവരായിരിക്കും. ഒരു ഗുഹയോ അതേപോലെ സുരക്ഷിതമായ ഒരു സ്ഥാനമോ മറ്റോ കണ്ടാൽ അവർ വിറളി പിടിച്ചുകൊണ്ട് അതിലേക്ക് ഓടി അഭയം നേടുകയും ചെയ്യും. അതേ സന്ദർഭത്തിൽ അവർ വഞ്ചകന്മാരാണ്, ചതിയന്മാരാണ്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയും, പക്ഷേ അവർ നിങ്ങളുടെ കൂടെയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അത്തരം വഞ്ചകന്മാരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവർക്ക് വേണ്ടി വാദിക്കരുത്, ബാഹ്യമായി കാര്യങ്ങളെ നിരീക്ഷിച്ച് അവർക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളായി മാറരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വലാ തുജാദില അനിൽ ലദീന യഖ്താനൂന അൻഫുസഹും. സ്വന്തത്തോട് ആത്മവഞ്ചന നടത്തുന്ന ആളുകൾക്ക് വേണ്ടി നബിയെ വാദിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അസീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാവഞ്ചകന്മാരെയും അധർമ്മകാരികളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. യസ്തഖ്ഫൂന മിനൻ നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കും. ജനങ്ങൾക്കിടയിൽ നല്ല നിലക്കാണ് അവർ പ്രത്യക്ഷപ്പെടുക, പക്ഷേ അവരുടെ ഉള്ളുകളിൽ റബ്ബിനറിയാം. അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ അവർക്ക് കഴിയില്ല. നിങ്ങളാരും അറിയാതെ രാത്രികളിൽ അവർ രഹസ്യമായ മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട്. റബ്ബിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ കൊണ്ട് അവർ രാത്രിയിൽ കൂടി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർ പ്രവർത്തിക്കുന്നതിനെ അള്ളാഹു വലയം ചെയ്യുന്നുണ്ട്. അവരുടെ കുതന്ത്രങ്ങൾ വിജയിക്കുമെന്ന് അവർ വിചാരിക്കേണ്ടതില്ല. അപ്പോൾ ആ നിലക്ക് ജനങ്ങൾക്കിടയിൽ നല്ല നിലക്ക് പ്രത്യക്ഷപ്പെടുകയും എന്നാൽ വഞ്ചകന്മാരായിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സൂക്ഷിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും അവർക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളായി മാറാൻ പാടില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശ്വാസികളോടും പറയുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, മൻ ഗശ്ശനാ ഫലൈസ മിന്നാ. നമ്മെ വഞ്ചിച്ചവർ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല, നമ്മെ ചതിച്ചവർ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. മാത്രമല്ല, ഈ വഞ്ചകന്മാർ, രാഷ്ട്രത്തെ ഒറ്റിക്കൊടുക്കുന്ന ആളുകൾ, രാജ്യത്തിനെതിരിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ, അവർ പലപ്പോഴും നന്മയുടെ വക്താക്കളായിട്ടാണ് രംഗത്ത് വരിക എന്നാണ്. ഇസ്ലാമിൽ നിന്ന് ആദ്യം തന്നെ പുറത്തുപോയ ഖവാരിജികൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിൻ്റെ തുടക്കക്കാരന് പറഞ്ഞത്, അദിൽ യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നീതി പാലിക്കണം. ഭരണാധികാരി നീതി പാലിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അവർ രംഗത്ത് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇവൻ്റെ പിൻഗാമികൾ വരും. യഖ്റുജു ഫീകും ഖൗമുൻ, ഒരു ഖൗമ് നിങ്ങളുടെ കൂട്ടത്തിൽ വരും. എന്താണ് അവരുടെ ബാഹ്യമായ അവസ്ഥ? തഹ്ഖിറൂന സ്വലാതകും മഅ സ്വലാതികും മഅ സ്വലാതിഹിം വസിയാമകും മഅ സിയാമിഹിം വഅഅമാലകും മഅ അഅമാലിഹിം യഖറഊനൽ ഖുർആന ലാ യുജാവിസു ഹനാജിറഹും യംറുഖൂന മിനദ്ദീൻ കമാ യംറുഖുസ് സഹ്മു മിനർ റമിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവരുടെ നമസ്കാരവും നിങ്ങളുടെ നമസ്കാരവും തട്ടിച്ചു നോക്കിയാൽ നിങ്ങളുടെ നമസ്കാരം ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. ആരുടെ? സ്വഹാബത്തിൻ്റെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നമസ്കാരം, അതേപോലെയുള്ള സ്വഹാബികളുടെ നമസ്കാരം ഇവരുടെ നമസ്കാരവുമായി തട്ടിച്ചു നോക്കിയാൽ ഒന്നുമല്ല എന്ന് തോന്നും. അങ്ങനെയുള്ള നമസ്കാരക്കാർ, നിങ്ങളുടെ നോമ്പും അവരുടെ നോമ്പും തട്ടിച്ചു നോക്കിയാൽ നിങ്ങളുടെ നോമ്പ് ഒന്നുമല്ല, നിങ്ങളുടെ അമലും അവരുടെ അമലും തട്ടിച്ചു നോക്കിയാൽ നിങ്ങളുടെ അമലുകൾ ഒന്നുമല്ല എന്ന് തോന്നും. അവർ ഖുർആനിൻ്റെ കാര്യങ്ങളായിരിക്കും, പക്ഷേ തൊണ്ടക്കുഴിയിൽ നിന്ന് ഹൃദയത്തിലേക്ക് അത് ഇറങ്ങിയിട്ടുണ്ടാവില്ല. അവർ വേട്ടമൃഗത്തെ തുളച്ച് അമ്പ് പുറത്തേക്ക് കടക്കുന്നത് പോലെ ദീനിലേക്ക് കയറിയിട്ട് ദീനിന്ന് പുറത്തു പോയിട്ടുണ്ടാകും. അങ്ങനെയുള്ളവരാണ്.
അവരുടെ പ്രത്യേകത, അവർ ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടും അനീതി പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ അവർ മുസ്ലിമീങ്ങളെ കാഫിറുകളായി പ്രഖ്യാപിക്കും. സ്വഹാബികളെ വരെ അവർ കാഫിറുകളായി പ്രഖ്യാപിച്ചു. ആ നിലക്ക് അവർ രംഗത്ത് വരും. അവരെ സൂക്ഷിക്കണം, അവരെ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിശ്വാസി സത്യസന്ധനാണ്, വഞ്ചിക്കാൻ പാടില്ല. ഒരു രാജ്യത്ത് നിൽക്കുന്നു, ആ രാജ്യത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്നു, അവിടെ നിന്ന് ലഭിക്കുന്ന ജോലി സ്വീകരിക്കുന്നു, അതേപോലെ ഭക്ഷണം, തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം ആ രാഷ്ട്രത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ചെയ്യുന്നു. എന്നിട്ട് അതേ സന്ദർഭത്തിൽ ഇപ്പുറത്ത് നിന്ന് ആ രാഷ്ട്രത്തെ ഒറ്റിക്കൊടുക്കുകയും വഞ്ചിക്കുകയും രാജ്യത്തിനെതിരിൽ ഒരു പ്രശ്നമുണ്ടായാൽ പ്രശ്നക്കാരുടെ കൂടെ നിൽക്കുകയും ചെയ്യാൻ മാത്രം അധപ്പതിച്ച ഹൃദയത്തിൻ്റെ ഉടമകളായി ഒരിക്കലും നാം മാറുവാൻ പാടില്ല എന്ന കാര്യം നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു രാജ്യത്ത് ജീവിക്കുന്നവരിൽ രണ്ട് നിലക്കുള്ള ആളുകളെ കാണാം. അതിലൊന്ന് ആ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ആ നാടിനെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുന്ന വഞ്ചകന്മാർ. മറ്റൊന്ന് ഊണും ഉറക്കവും ഒഴിഞ്ഞ് ആ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയുള്ള സൈന്യങ്ങളും ജനങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് കൂട്ടരെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫമൻ നകസ ഫഇന്നമാ യൻകുസു അലാ നഫ്സി. ഒരു കരാറുണ്ടാക്കുകയും എന്നിട്ട് ആ കരാർ ലംഘിക്കുകയും ചെയ്യുന്നവരെ അത് നിങ്ങൾക്കെതിരിലാണ് അത് വന്നു ഭവിക്കുക. എന്നാൽ വമൻ ഔഫ ബിമാ ആഹദ അലൈഹുല്ലാഹ് ഫസയുഅ്തീഹി അജ്റൻ അളീമ. എന്നാൽ അള്ളാഹുവിൻ്റെ പേരിൽ കരാറുകൾ പറയുകയും അത് ആത്മാർത്ഥമായി പാലിക്കുകയും സത്യസന്ധത കാണിക്കുകയും വഞ്ചിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ വമ്പിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ കരാറുകൾ പാലിക്കണം. വ്യക്തികളോട്, രാഷ്ട്രങ്ങളോട്, സംഘങ്ങളോട് എല്ലാമുള്ള കരാറുകൾ പാലിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്. ഈമാനുള്ളവരെ അഖ്ദുകൾ, കോൺട്രാക്റ്റുകൾ, കരാറുകൾ പാലിക്കണം. അത് തെറ്റിക്കാൻ പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഐനാനി ലാ തമസ്സഹുമന്നാർ. രണ്ട് കണ്ണുകൾ, ആ കണ്ണുകളെ അഥവാ രണ്ട് കൂട്ടരുടെ കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല. അതിലൊന്ന് ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ കണ്ണുകളാണ്. ആരോരുമില്ലാത്ത സന്ദർഭത്തിലും റബ്ബിനെ ഓർത്ത് ഭയപ്പെട്ട് കരയുന്ന കണ്ണുകൾ, അഥവാ ആ വ്യക്തി, ആ കണ്ണിൻ്റെ ഉടമ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല. മറ്റൊന്ന് വഐനുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉറക്കമൊഴിഞ്ഞ കണ്ണുകളാണ്. മറ്റുള്ളവർ ഉറങ്ങുമ്പോഴും അവർ ഉറങ്ങിയിട്ടില്ല. മറ്റുള്ളവർക്ക് ഉറങ്ങാൻ സാധിച്ചതുപോലും അവർ ഉറങ്ങാത്തതുകൊണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, രാജ്യത്തിലെ ജനങ്ങൾ സമാധാനപരമായി വീടുകളിൽ കിടന്നുറങ്ങുന്നത് ഉറങ്ങാതിരിക്കുന്ന ചില കണ്ണുകളുടെ സാന്നിധ്യം കൊണ്ടാണ്. ബിതൗഫീഖില്ല, റഹ്മാനായ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട്. അതുകൊണ്ട് മനുഷ്യർ നന്ദിയുള്ളവരാകണം. രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ആളുകളുടെ കൂടെ ആവരുത്, അവരുടെ ആദർശം സ്വീകരിക്കുന്നവരുമാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഅനല്ലാഹു മൻ ആവ മുഹ്ദിസൻ. ഒരാൾ സ്വയം തെറ്റ് ചെയ്യുന്നില്ല, പക്ഷേ തെറ്റുകാരനാണെന്നറിഞ്ഞിട്ടും ഒരാൾക്ക് അഭയം നൽകുന്നവനെ പോലും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. അത്തരം ആളുകൾക്ക് അഭയം നൽകരുത്. അവരുടെ കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയിക്കണം. ഭീകരവാദത്തിൻ്റെ തീവ്രതയുടെ ഒറ്റുകാരുടെ കൂടെ കൂടുന്ന ആളുകൾ, അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളുകളൊക്കെ, അവരെയൊക്കെ രാജ്യത്തെ അറിയിക്കണം. എന്തിനു വേണ്ടി? ഒരു രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിനു വേണ്ടി. ജനങ്ങളുടെ സുരക്ഷയും സമാധാനവുമാണ് പ്രധാനം. അവരിലേക്ക് ലഭിക്കുന്ന നിർഭയത്വം, അവർക്ക് ലഭിക്കുന്ന റിസ്ക്, ഇതിലൊക്കെ അപകടമില്ലാതെ ഒരു രാജ്യത്തെ കൊണ്ടുപോവുക എന്നതാണ് യഥാർത്ഥ ഹിക്മത്ത്. അതല്ലാതെ ഒരു ജനതയെ കൊലക്ക് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ഹിക്മത്തല്ല, ഹിക്മത്തുള്ള ഭരണാധികാരികൾക്ക് യോജിച്ചതുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വികാരം കൊണ്ടും തീവ്രത കൊണ്ടും സമാധാനമുണ്ടാവുകയില്ല. യുക്തി കൊണ്ടും അറിവ് കൊണ്ടും ഹിക്മത്ത് കൊണ്ടും മാത്രമേ രാജ്യത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകൂ എന്ന് നമ്മൾ തിരിച്ചറിയുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.